എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടരുത്, കലങ്ങരുത്. ഉദാഹരണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്ത് കളപ്പുര അതിൽ നിറയ്ക്കുന്നില്ല. കൈതട്ടി പറ, കാക്കകളെ നോക്കിടു, വിതയ്ക്കുന്നില്ല, കൊയ്ത് കളപ്പുര നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്ക്, അത് കൃഷി ചെയ്യുന്നില്ല, കളപ്പുരയിൽ ചേർക്കുന്നുമില്ല. ആമേൻ. അതിനെ പോറ്റുന്ന ഒരു കർത്താവുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, കാക്ക കുഞ്ഞ് തള്ളയിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് കരയുമ്പോൾ അതിന് ആഹാരം എത്തിക്കുന്നത് ആരാണ്? കാടിന്റെ ഓരത്ത് ഒരു കാക്കക്കുഞ്ഞ് അമ്മ മറന്ന് തള്ളിപ്പോയാലും അത് കരയുമ്പോൾ കാക്കക്കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേട്ട് ആഹാരം എത്തിക്കുമെന്ന് വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ കർത്താവിനെ വിശ്വസിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്ത് തിന്നി, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന്, ശരീരം, ജീവൻ, ആമേൻ, സ്തോത്രം, ആഹാരത്തിന്, ഇതൊന്നും നിങ്ങൾ ദുഃഖിച്ച് കലങ്ങരുത്. എന്തുകൊണ്ടെന്ന് പറയുന്നു? അതൊക്കെ പുറജാതികൾ അന്വേഷിക്കുന്നു, അവരന്വേഷിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്കോ സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട്.